ഹായ്, വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറി പിക്സ്. ദോശ ഉണ്ടാക്കിയപ്പോൾ എന്നാൽ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അതോടൊപ്പം ഈ ദോശ ഇഡ്ലിയുടെ മാവ് അരയ്ക്കുമ്പോൾ ഈ അരിയെക്കുറിച്ച് പലർക്കും അറിയാത്ത ഒന്ന് രണ്ട് കാര്യങ്ങളോടൊന്ന് പറഞ്ഞേക്കാമെന്ന് കരുതി. ഞാൻ ദോശമാവ് അരയ്ക്കുന്ന രീതിക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടാണ് വരാറ്. പണ്ട് മുതലേ ഒരേ രീതിയിലാണ് ദോശയ്ക്കും ഇഡ്ലിക്കും മാവ് അരയ്ക്കാറുള്ളത്. ഈ ഫോട്ടോയിൽ കാണുന്നതെല്ലാം ഇതേ രീതിയിൽ തന്നെ അരച്ച മാവ് കൊണ്ടുണ്ടാക്കിയ ദോശയും പനിയാരും ഒക്കെയാണ്. പലരും പറയാറുണ്ട് ദോശമാവ് അരയ്ക്കുമ്പോൾ ശരിയാകാറില്ല എന്നുള്ളത്. പക്ഷേ ഞാൻ അരയ്ക്കുന്ന രീതിക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എപ്പോഴും നല്ല സോഫ്റ്റായിട്ട് തന്നെ വരാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഗ്രൈൻഡറിലല്ല ദോശമാവ് അരയ്ക്കാറുള്ളത്, മിക്സിയിലാണ്. അപ്പോൾ സാധാരണയായിട്ട് ഞാൻ എങ്ങനെയാണ് ദോശ റൈസ് അരയ്ക്കുന്നത് എന്നുള്ളത് കാണാം. അതിനായിട്ട് ഇന്നിപ്പം ദോശ റൈസാണ് എടുത്തിരിക്കുന്നത്, അതായത് നമ്മുടെ പച്ചരി. സാധാരണ ഇഡ്ലി റൈസാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇഡ്ലി റൈസും ദോശ റൈസും എന്നുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ദോശ റൈസാണ് പച്ചരി, റോ റൈസ്. അപ്പോൾ ഇത് വെച്ചിട്ടുണ്ടാക്കുമ്പോഴാണ് ഒരു മുരിഞ്ഞ പുറം കിട്ടുന്നത്, ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മുടെ ഇഡ്ലി നല്ല സ്പഞ്ച് പോലെ, നമ്മുടെ തമിഴ്നാട് ഹോട്ടലിലൊക്കെ കിട്ടുന്ന സ്പഞ്ച് പോലത്തെ ഇഡ്ലി ഉണ്ടാക്കാനായിട്ട് ഇത് അത്രയ്ക്ക് നല്ലതല്ല. അതിനാണ് നമ്മൾ ഇഡ്ലി റൈസ് ഉപയോഗിക്കുന്നത്. ഇത് പാർബോയിൽഡ് റൈസ് ആണെന്നാണ് പറയുന്നത്, പക്ഷേ കണ്ടാൽ അത്ര പാർബോയിൽഡ് അല്ലെങ്കിൽ പുഴുക്കലരി ആണെന്ന് തോന്നില്ല. യെല്ലോ കളറൊന്നുമല്ല, വൈറ്റ് കളർ തന്നെയാണ്. രണ്ട് തരത്തിലുള്ള നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ചോക്കി വൈറ്റ് ആയിട്ടുള്ള കളറുണ്ട്. ആ ഒരു ബെല്ലി, ആ ചോക്കി വൈറ്റ് കളർ കൂടുതലുള്ളപ്പോഴാണ് നല്ല ക്വാളിറ്റിയുള്ള ഇഡ്ലി റൈസ് ആണെന്ന് പറയുന്നത്. ഞാൻ സാധാരണയായിട്ട് ഇഡ്ലിക്കും ദോശയ്ക്കും ഈ റൈസ് തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷേ മസാല ദോശയും നെയ് റോസ്റ്റും ഒക്കെ ഉണ്ടാക്കാൻ നേരത്ത് ദോശ റൈസ് അല്ലെങ്കിൽ പച്ചരി ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ചിലർക്ക് ദോശയുടെ ആ പുറം കുറച്ച് മൊരിഞ്ഞിരിക്കുന്നത് ഇഷ്ടമാണ്. അങ്ങനെ ഉള്ളപ്പോഴും ഈ ദോശ റൈസ് ഉപയോഗിക്കാം. ഇന്നിപ്പോൾ എന്തായാലും ഞാൻ ദോശ റൈസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ആദ്യം 2 ഗ്ലാസ് ദോശ റൈസ് കഴുകി നല്ല വെള്ളത്തിൽ കുതിരാൻ വെച്ചിരിക്കുകയാണ്. കുതിർത്തിട്ടല്ല ഞാൻ കഴുകാറ്, കഴുകിയ അരിയാണ് കുതിരാൻ വെക്കുന്നത്. നല്ല വെള്ളത്തിൽ കുതിരാൻ വെക്കും. അതുപോലെ തന്നെ ഉഴുന്ന് 1 ഗ്ലാസ്, 2 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് ഉഴുന്ന്, അല്ലെങ്കിൽ 3/4 ഗ്ലാസ് എങ്കിലും മിനിമം എടുക്കാറുണ്ട്. അത്രയും ഉണ്ടെങ്കിൽ ദോശ ഇഡ്ഡലി ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ അതും കഴുകി നല്ല വെള്ളത്തിൽ കുതിരാൻ വെച്ചതാണ്. ഇനി ഒരു 6 മണിക്കൂറൊക്കെ. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വൈകുന്നേരം കുതിരാനിട്ടിട്ട് രാത്രിയിൽ കിടക്കാൻ നേരം അരയ്ക്കും. അപ്പോൾ ഒരു 6 മണിക്കൂറൊക്കെ ഇത് കുതിരാനിട്ടതിന് ശേഷം ആദ്യം എപ്പോഴും ഉഴുന്നാണ് അരയ്ക്കാറുള്ളത്. ഇതിങ്ങനെ തന്നെയാണ് എപ്പോഴും ഫോളോ ചെയ്യാറ്. ആദ്യം ഒരിത്തിരി വെള്ളം ചേർത്ത് അരച്ചിട്ട് വേണം നമ്മൾ ബാക്കി വെള്ളം ഒഴിച്ച് അരയ്ക്കാനായിട്ട്. ദോശയ്ക്കാണ് അരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസായിട്ട് അരയ്ക്കാം. പക്ഷേ ഇഡ്ഡലി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം എപ്പോഴും ഒരിച്ചിരി കുറച്ച് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഉഴുന്ന് നല്ലപോലെ അരയണം. ഈ ഒരു പത വരുന്നതാണ് ഞാനൊരു പരുവമായിട്ട് എപ്പോഴും കണക്കാക്കുന്നത്. കൈ വെച്ചിങ്ങനെ തൊട്ട് നോക്കുകയാണെങ്കിൽ ഒരു തരി പോലും പാടില്ല. നല്ല ഐസ്ക്രീമിൻ്റെ പരുവത്തിന് നമ്മൾ ഉഴുന്ന് അരച്ചെടുക്കണം. ഇങ്ങനെ നല്ല പതച്ച് വരും, നല്ല അരഞ്ഞ് വരുമ്പോഴത്തേക്കും. അപ്പോൾ ആ ഒരു പരുവത്തിന് ഉഴുന്ന് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് അരി അരച്ചെടുക്കാം. ഞാൻ മിക്സി ഒന്നും കഴുകാറില്ല, ഈ മിക്സിയിലോട്ട് തന്നെ അരി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറ്. അരി അരയ്ക്കുമ്പോഴേ നമ്മൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഒന്ന് അരച്ചെടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ബാക്കി വെള്ളം ചേർത്തിട്ട് അരച്ചു കൊടുക്കാം. ഉഴുന്നരയ്ക്കുന്ന പോലെ അത്രയും അങ്ങ് സോഫ്റ്റാക്കി അരി അരയ്ക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് തരിതരിയായിട്ടിരിക്കുന്നത് വരെ അരച്ചാലും മതി. ഒന്ന് നല്ലപോലെ ഒന്ന് അരച്ച് കഴിയുമ്പോഴത്തേക്കും അതിലോട്ട് ഞാൻ ചോറ് ചേർത്ത് കൊടുക്കുവാണ്. ഒരു 3 വലിയ സ്പൂണിൽ ചോറ് ചേർത്ത് കൊടുക്കുവാണ്. ചോറ് നമുക്ക് നമ്മുടെ കേരള റൈസ് വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമ്മുടെ പൊന്നിയരിയോ സോനാ മസൂരിയുടെ റൈസോ അല്ലെങ്കിൽ ബാസ്മതി റൈസിൻ്റെ ചോറൊക്കെ ബാക്കി വരുന്നതൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. നേരത്തെ പറഞ്ഞാണെങ്കിൽ അരി അരയ്ക്കുമ്പോൾ അങ്ങ് ഒത്തിരി അരയേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ട് തരിതരിയായിട്ട് നമുക്കിങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ആ ഒരു പരുവാകുമ്പോൾ നമുക്ക് നിർത്താം. ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ഉഴുന്നിലോട്ട് ഈ അരി അരച്ചതും കൂടെ, അരിയും ചോറും കൂടെ ചേർത്ത് അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഞാൻ 1 ടീസ്പൂൺ ഉലുവ കുതിരാനായിട്ട് അരി ഇടുമ്പോൾ അതിലോട്ടിട്ട് കൊടുക്കാറുണ്ടായിരുന്നു. ഇന്നിപ്പോൾ എൻ്റെ ഉലുവ ഇല്ലായിരുന്നു. അപ്പോൾ രണ്ടും കൂടെ ചേർത്തിട്ടാണ് അരച്ചെടുക്കാറ്, സെപ്പറേറ്റ് ആയിട്ടൊന്നുമല്ല. ഇനി ഉലുവ ഇടുന്നത് ഫെർമെൻറ്റേഷനെയും അതുപോലെ തന്നെ ഒരു ക്രിസ്പിനെസ്സും ഒരു ബ്രൗൺ കളർ കിട്ടാനും ഒക്കെ സഹായിക്കുമെന്നാണ് പറയുന്നത്. ഇന്നിപ്പോൾ എൻ്റെ ഉലുവ ഇല്ലാത്തതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കാഞ്ഞത്. നേരത്തെ അത് പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഈ 2 മാവും കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി ചേർക്കണം. അപ്പോൾ ഇളക്കി ചേർക്കുന്നതിൻ്റെ കുഞ്ഞമ്മയൊക്കെ പറയുന്നത് കൈവച്ച് ഇളക്കി ചേർക്കണം എന്നാണ്, അപ്പോഴാണ് നല്ലപോലെ പൊങ്ങുന്നതെന്നാണ്. അത് കയ്യിലുള്ള മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഫെർമെൻറ്റേഷനെ ഒന്ന് എയ്ഡ് ചെയ്യും. ഇപ്പോൾ ദോശമാവ് അധികം പൊങ്ങുന്നില്ല എന്ന് കംപ്ലയിൻ്റ് ഉള്ളവർക്ക് കൈവച്ച് ഇത് കലക്കിയും വെക്കാം. പക്ഷേ ഞാനെന്തായാലും സ്പൂൺ വെച്ചിട്ടാണ് കലക്കാറ്. ഇനി ഇതാണ് ഞാൻ പൊങ്ങാനായിട്ട് വെക്കുന്നത്. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് രാവിലെ ദോശ ചുടുന്നതിന് മുന്നെയാണ്. ഞാൻ ഈ സമയത്ത് ഉപ്പിട്ട് കൊടുക്കാറില്ല, അങ്ങനെ ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെ അടച്ച് രാത്രിയിൽ വെച്ചിട്ട് ഒരു രാവിലെ ആകുമ്പോഴത്തേക്കും നല്ല പൊങ്ങിയിരിക്കും. സാധാരണ ഒരു 9 മണിക്കൂർ കൊണ്ടൊക്കെ നല്ല ഫെർമെൻ്റ് ആയിട്ട് കിട്ടും. ക്ലൈമറ്റൊക്കെ അനുസരിച്ച് ഒരു 8 മുതൽ 12 മണിക്കൂർ വരെ എടുക്കുമെന്നാണ്. തണുത്ത കാലാവസ്ഥയൊക്കെ ഉള്ളിടത്താണ് ഒരു 12 മണിക്കൂർ വരെയൊക്കെ എടുക്കും. അപ്പോൾ രാവിലെ ആയപ്പോൾ നമ്മുടെ മാവ് നല്ലപോലെ പൊങ്ങി നല്ല സോഫ്റ്റായി നല്ല എയറി ആയിട്ട് വന്നിട്ടുണ്ട്.
ഈ സമയത്താണ് ഞാൻ ഉപ്പ് ചേർത്തൊന്ന് കലക്കി കൊടുക്കുന്നത്. ഇപ്പം വീഡിയോ എടുക്കാനായിട്ട് ഒരുപാട് പ്രാവശ്യം ഈ ഒരു ഇത് കലക്കി ഇങ്ങനെ കാണിച്ച് കുറേയൊക്കെ ബബിൾസ് പോയി. അപ്പം നിങ്ങളങ്ങനെ ചെയ്യരുത്. ഒരുപാടിട്ട് ഇളക്കാതെ ആ ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം ദോശ ചൂടാവുന്നതാണ്. ഞാനിന്നിപ്പോൾ ഒരുപാട് പ്രാവശ്യം ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇതിൽ ഇളക്കി കുറച്ചൊന്ന് അത് താന്നിട്ടുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഉപ്പിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് വെച്ചിട്ട് നമുക്ക് ദോശ കല്ലല്ലെങ്കിൽ തവയൊക്കെ ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മുടെ ദോശ ചുട്ടെടുക്കാം. അപ്പോൾ തവ നല്ലപോലെ ചൂടായിട്ട് വേണം നമ്മുടെ ദോശമാവ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതിന് മുന്നേ ഒഴിച്ചാൽ നല്ല ദോശ ഉണ്ടായി കിട്ടില്ല. നല്ലപോലെ ദോശക്കല്ല് ചൂടായതിന് ശേഷം നമുക്ക് ദോശമാവ് ഇതുപോലെ ഒഴിച്ച് ഒട്ടും ശക്തി കൊടുക്കാതെ ഒന്ന് പരത്തി, നമ്മൾ കേരളത്തിലൊക്കെ ദോശ ഉണ്ടാക്കുന്നത് ഇങ്ങനെ കട്ടിയായിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലാണ് പരത്തിയെടുക്കുന്നത്. ഇപ്പോൾ ഇവിടെയൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദോശ എന്ന് പറയുന്നത് ഇങ്ങനെ തിന്നായിട്ടിരിക്കുന്നതാണ്. ഇതിനെയാണ് അവർ ദോശ എന്ന് വിളിക്കുന്നത്. നമ്മൾ നെയ്റോസ്റ്റ് കണക്കിരിക്കുന്നത്. ഞാൻ എങ്ങനെയാണ് ദോശ ചുടുകയെന്ന് വെച്ചാൽ ആദ്യം ഒരു 10-30 സെക്കൻഡ് ഞാൻ തീ ഇച്ചിരി കൂട്ടി വെക്കും. ആ ഒരു ബബിൾസ് കാണുന്നതിന് ശേഷം ഒന്ന് കുറച്ച് വെക്കും. അങ്ങനെ ആകുമ്പോഴാണ് ആ ഒരു ക്രിസ്പി ആയിട്ടുള്ളൊരു പുറം കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ദോശമാവ് ഒഴിച്ച് തീ ഒന്ന് കൂട്ടി വെച്ച് ആ ഒരു കുമിളകളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് തീ കുറച്ച് വെച്ച് നല്ലപോലെ മുകൾ ഭാഗമൊക്കെ ഒന്ന് കളറ് മാറി ഒരു വെന്തയായിട്ട് തോന്നുമ്പോൾ തിരിച്ചിട്ട് 1-2 മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടും. ചെറിയൊരു ലൈറ്റ് ഗോൾഡൻ കളറൊക്കെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ ദോശ എടുക്കാം. ഇന്ന് എൻ്റെ കയ്യിൽ സാമ്പാർ ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനൊരു ചമ്മന്തി മാത്രമാണ് അരയ്ക്കുന്നത്. വെള്ള ചമ്മന്തിയാണ് അരയ്ക്കുന്നത്. സാമ്പാർ തലേന്ന് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം അതിനായിട്ട് നമുക്കൊരു അരമുറി തേങ്ങയിലോട്ട് 2-3 ചെറിയ ഉള്ളിയും പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും. ഇഞ്ചി ഒരുപാട് ഇട്ടാൽ ടേസ്റ്റ് വരില്ല, ചെറിയൊരു കഷ്ണം ഇഞ്ചി മാത്രം മതി. പിന്നെ ഇതിലോട്ട് കുറച്ച് പുളിവെള്ളവും ഉപ്പും ചേർത്ത് മിക്സിയിലൊന്ന് കറക്കിയെടുക്കാം. ചമ്മന്തി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പുളി ഒന്ന് അറിയണം, എന്നാലാണ് നല്ലൊരു ടേസ്റ്റിൽ ചമ്മന്തി കിട്ടുക. അതിനുശേഷം നല്ല എരിയുള്ള 1.5 പച്ചമുളകോ 2 പച്ചമുളകോ ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തി കിട്ടും. നല്ല ടേസ്റ്റാണ് അവിടെ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതേ രീതിയിൽ തന്നെ അരച്ച് കുറച്ച് വെള്ളം കുറച്ച് ചേർത്ത് അരച്ചെടുക്കുന്ന മാവിൽ നമുക്ക് ഇഡ്ഡലിക്കും ഉണ്ടാക്കാം. ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറുതായി കൊത്തി അരിഞ്ഞത് ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് ആണ് ഇഡ്ഡലി ഉണ്ടാക്കാറ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. വീണ്ടും കാണുന്നവരേക്കും ബൈ.